ഇതാ ചൗവരി പപ്പടം റെഡി ആയിട്ടുണ്ട്, ഉണങ്ങിയിട്ടുണ്ട്, നന്നായി ഉണങ്ങി കേട്ടോ. വെയിലത്തിരി കുറവായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇന്നലെയോ പിന്നെ ഞാൻ നോക്കുമ്പോൾ ശരിയാവേണ്ടതാണ് കേട്ടോ. ഇനി വറുക്കുക, വെളിച്ചെണ്ണയിൽ വറുക്കുക, കഴിക്കാം. ഞാൻ വറുത്ത് കാണിക്കാം കേട്ടോ, ഇങ്ങനെ എൻ്റെ ടേസ്റ്റ് എന്നൊക്കെ നമുക്ക് നോക്കാം. ഞാനിതാ വെളിച്ചെണ്ണ വെച്ചു, എന്നിട്ട് ഇതൊന്ന് വറുക്കാൻ വേണ്ടിയിട്ട് കണ്ടോ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടു. ഇത് നമുക്ക് 4 മണി പലഹാരമായിട്ട് ഉപയോഗിക്കാം, വെറുതെ തിന്നാം. കുട്ടികളിപ്പോൾ സ്കൂളൊക്കെ പൂട്ടിയിരിക്കുന്ന സമയമല്ലേ, അപ്പോൾ അവർക്കത് സന്തോഷമാവും. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കഴിക്കാൻ അവർക്ക് നല്ല ടി വിയും കണ്ടുകൊണ്ട് കഴിക്കാം, ഫ്രണ്ട്സിന് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് ഉള്ള കാരണമാണ് അവരോട് ചുവന്ന കളറൊക്കെ ആയിട്ട് തന്നെ. നമ്മൾ ഇത്തിരി കൂടി ലൂസാക്കിയിട്ട്, എൻ്റെ ഇത്തിരി കട്ടിയായിപ്പോയി, അതുകൊണ്ട് ഇത്തിരി കനം കൂടുതലാണ്. ഇത്തിരി കൂടി കനം കുറച്ചിട്ടാക്കണമെങ്കിൽ നമ്മൾ ഇത്തിരി കൂടി ദോശമാവിൻ്റെ അയവിലാണെങ്കിൽ നല്ലതാട്ടോ. എന്നിട്ട് നമ്മൾ മിക്സിയിലൊന്ന് നന്നായിട്ട് അടിച്ചാൽ മതി. അതിൽ കുറച്ചിങ്ങനെ മണിമണി മാതിരിയിൽ കിടക്കുമ്പോൾ അത് രസമാണ് കാണാൻ. മുത്തുമണി മാതിരി ഇങ്ങനെ കിടക്കുമ്പോൾ നല്ല രസമാണ് കാണാൻ കേട്ടോ. ഞാനിത് ടേസ്റ്റ് നോക്കാൻ പോവാം കേട്ടോ. അതെ, ഒരു കഷ്ണം ഞാൻ എടുത്ത് ടേസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞുതരാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കുരുമുളക്, ജീരകമൊക്കെ ഇങ്ങനെ കടിക്കുമ്പോൾ അതിൽ വേണമെങ്കിൽ വെളുത്തുള്ളി ചേർക്കാം, പിന്നെ എന്താ കായം നമ്മൾ ചേർത്തിട്ടുണ്ട്. നമ്മൾ ചിപ്സൊക്കെ തിന്നണ മാതിരി നല്ല കറുമുറ് ആയിട്ട് കടിച്ച് തിന്നാം. വെളുത്തുള്ളി വേണമെങ്കിൽ ചേർക്കാം, ചെറിയ ഉള്ളി വേണമെങ്കിൽ ചേർക്കാം. കുറച്ച് വെളിച്ചെണ്ണ നോക്കാൻ വേണ്ടിയിട്ട് എടുത്തത്, അതുകൊണ്ടാണ് കുറച്ച് വെളിച്ചെണ്ണ വെച്ചത്. ഉടനെ തന്നെ മറിച്ചിട്ടൊന്നിങ്ങനെ ആക്കി കൊടുത്താൽ വട്ടത്തിൽ തന്നെ കിട്ടും. കുരുമുളക് ഇടാൻ നല്ല എരിവുണ്ട് കേട്ടോ, അതുകൊണ്ട് കുരുമുളകൊക്കെ നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. എരിവ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചില്ലി ഫ്ലേക്സ്, കുരുമുളകൊക്കെ, അല്ലെങ്കിൽ ജീരകം, എള്ള് വേണമെങ്കിൽ ചേർക്കാം. നമ്മുടെ ഇഷ്ടമല്ലേ, നമുക്ക് എന്തൊക്കെയാണ് ടേസ്റ്റ് വെച്ചാൽ അതേമാതിരി ചെയ്യാം. ഇത് ചിലതിൽ കുരുമുളക് കൂടുതലുണ്ട്, ചിലപ്പോൾ നമ്മളിത് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കാത്ത കാരണമാണ്. ഇനി ഞാൻ ഉണ്ടാക്കുന്നില്ല അധികം, നാളെ വെയിലത്ത് വെക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. അടിപൊളി. താങ്ക് യു.